ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ദാനിയേൽ 11:33. കുറെ കാലത്തേക്ക് അവർ വാളും തീയും അടിമത്തവും കവർച്ചയും കൊണ്ട് വീഴുമെങ്കിലും ജനത്തിൻ്റെ ഇടയിലെ ജ്ഞാനികൾ അവർക്ക് അറിവ് പകരും. കുറെ കാലത്തേക്ക് ഒരു വലിയ കൺഫ്യൂഷൻ, ഒരു അധപ്പതനം, വാളും തീയും അടിമത്തവും കവർച്ചയും കൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ശുശ്രൂഷകളും സഭയും ഒക്കെ ഒന്ന് അധപ്പതിക്കുന്ന പോലെ തോന്നും. ചില കെണികളിലും ചില ഭാരങ്ങളിലും പെട്ട് എല്ലാം തകർന്നു വീഴുന്ന പോലെ നമുക്ക് തോന്നും. എന്നാൽ ജനത്തിൻ്റെ ഇടയിലെ ജ്ഞാനികൾ, നമ്മുടെ ഇടയിലെ ജ്ഞാനികളുള്ളിടത്തോളം കാലം ജനത്തിന് അറിവ് പകർന്നു കൊടുത്ത് ഈ കെണിയും ഈ തീയും ഈ പുകയും ഈ അടിമത്തവും കവർച്ചയും ഒക്കെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും. നിരാശാജനകമല്ല, കാര്യങ്ങൾ നിരാശാജനകമല്ല. കുറേ കാലത്തേക്ക് വാളും തീയും അടിമത്തവും കവർച്ചയും ഒക്കെ കൊണ്ട് ഒരു തകർച്ചയും ഒരു മുറിവും ഒരു ചിതറിപ്പോകലും ഒക്കെ ഫീൽ ചെയ്യുമെങ്കിലും ജനത്തിൻ്റെ ഇടയിൽ ജ്ഞാനികളുണ്ടെങ്കിൽ അവർ അറിവ് പകർന്ന് ഒരു പുതിയ നവോത്ഥാനം കൊണ്ടുവരും. അതുകൊണ്ട് ഒരു തിരിച്ചുവരവും ഒരു ഉയർത്തുവരവും ഒരു ഉയരും ഒരു മടങ്ങിവരവും ഒരു മഹത്വത്തിൻ്റെ കാലവും നമുക്കുണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ഈ വചനം ആവർത്തിച്ച് വായിച്ച് ഈ നിരാശാജനകമായ കാര്യങ്ങളുടെ നടുവിൽ, കുരുക്കിൻ്റെ നടുവിൽ, കെണികളുടെ നടുവിൽ പെട്ടുപോകാതെ പ്രത്യാശയോടെ മുഖമുയർത്താൻ കഴിയട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.